ഹലോ, വെൽക്കം ടു ഗോൾഡൻ ഡയറി. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവാണ്. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഗോതമ്പ് റവ 1 കപ്പ്, സവോള 1 ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 8 അല്ലി, ചെറിയ ഉള്ളി 10 അല്ലി, ചുവന്ന മുളക് 4, ക്യാരറ്റ് 1 ഗ്ലാസ് വെള്ളം, ഉപ്പ് 1/2 ടീസ്പൂൺ, കറിവേപ്പില 2 ഇതള്. ഇത്രയും സാധനങ്ങളാണ് ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരണം. നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. നന്നായിട്ട് വെളുത്തുള്ളി മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾക്കതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിലേക്ക് നമ്മൾക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നന്നായിട്ട് എല്ലാം മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഉപ്പ് എല്ലായിടത്തും പിടിക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വെള്ളം തിളച്ച് വരണം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾക്ക് ഇനി ഗോതമ്പ് റവ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് റവ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കണം. അതിൻ്റെ സവോളയും എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി വയ്ക്കണം. അതിനുശേഷം നമ്മൾക്ക് ആവി കയറാൻ വയ്ക്കാം. നന്നായി ആവി വന്നിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റി ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.